അപ്പോൾ ഓടി വാ മക്കളെ, ഞാൻ നല്ല നല്ല അടിപൊളി ഹോം മെയ്ഡ് ഷവായ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരാം. നമുക്ക് പുറത്തൊക്കെ പോയി കഴിച്ച് വെറുതെ പണി കിട്ടണേ വേദം നമുക്കൊരു ഫുൾ കോഴി വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ചെയ്തുണ്ടാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷവായൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോഴി വാങ്ങിക്കുമ്പോൾ ഒരിടത്തരം മീഡിയം സൈസിലുള്ള കോഴി തന്നെ വാങ്ങിക്കണം കേട്ടോ. നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് വരവൊക്കെ ഇട്ടിട്ട് നമുക്ക് കോഴീനെ അവിടെ എടുത്ത് വെക്കണം. നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കണം. അതിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇടാവുന്ന പൊടികളൊക്കെ മുഴുവൻ ഇട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് പിരിയമുളകും, കുറച്ച് പൊടിക്കാത്ത മല്ലി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ചേർത്തിട്ട് ഫൈനായിട്ട് അരച്ചിട്ട് നമുക്ക് ആ പൊടിയിൽ കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കണേ. 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളുടെ ചിക്കനിൽ ഈ മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും. ഇത് കുക്കറിൽ വെച്ചിട്ട് ഒരു 4 വിസിലേക്ക് കേൾപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒന്ന് അടിച്ചെടുക്കണം. ഈ ഒരു ടൈം കൊണ്ട് നമ്മൾക്ക് ഒരു ഗ്രേവി ഇതിൻ്റെ റെഡിയാക്കി എടുക്കാനുണ്ട്. അത് ഞാൻ ഒരു സവാള എടുക്കണമല്ലോ കേട്ടോ. ഒരു സവാളയിൽ എൻ്റെ അടുത്ത് ഡാൽഡ ഉള്ളത് കൊണ്ട് ഞാൻ ഡാൽഡ ഇടുന്നത്. നിങ്ങൾ ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണമെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അന്നൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ആ ഒരു ടൈം കൂടെ നമ്മളുടെ മിക്കൂസ് മയോണസൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. സവാളയൊക്കെ ഒന്ന് വഴറ്റി വരുമ്പോഴേക്കും ഒരു തുള്ളി മഞ്ഞൾപ്പൊടി, തുള്ളി മുളകിനെ നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. നേരത്തെ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചാൽ ഒരു കുറച്ച് ഗ്രേവി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഗ്രേവിയും കൂടി ഇട്ട് പച്ചമണം മാറുമ്പോഴേക്കും നമ്മൾക്ക് ടൊമാറ്റോ സോസും ചേർത്ത് കഴിഞ്ഞിട്ട് ആ കോഴിയിൽ നിന്ന് ഇറങ്ങി വന്നേക്കണ വെള്ളവും ഗ്രേവിയൊക്കെ ഇതിനകത്തോട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇവരെ തമ്മിലൊന്ന് സോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ഇങ്ങനെ അടപ്പത്തിടുന്നത് ഇവർ തമ്മിലൊന്ന് സെറ്റാവട്ടെ. ഒരു കുഴിയൻ കയ്യിലിടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രേവിയൊക്കെ കോരി എവിടെയൊക്കെ ഒഴിച്ച് കൊടുക്കാമോ അങ്ങനെ കോരി ഇങ്ങനെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് അതിനങ്ങോട്ട് കുളിപ്പിച്ചെടുക്കണം ഈ കോഴിനെ. ഒരു ഇത്തിരി ടൈം കഴിയുമ്പോഴേക്കും നമ്മുടെ ഗ്രേവിയൊക്കെ വറ്റി പോണതിന് മുന്നേ തന്നെ നമുക്ക് ആ ഗ്രേവിയൊക്കെ ഒന്നൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം കേട്ടോ. ആ ഗ്രേവിയൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് ആ പാത്രത്തിലോട്ട് തന്നെ ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. വേറൊരു പാത്രത്തിലോട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് ഈ ചിക്കൻ അങ്ങോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ആ മാറ്റി വെച്ച് ആ ഗ്രേവിയും കൂടി ഇതിനകത്തോട്ട് ഇതിൻ്റെ മീതി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഷവായ റെഡിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഞാൻ ചെയ്തത് കൊണ്ട് പറയണതല്ല, ചെയ്തിട്ട് സംഭവം അടിപൊളിയാണ്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതന്നെ ഉണ്ടാക്കാൻ തോന്നുള്ളൂ. ഏതെങ്കിലും ഒരു കുറവുകൾ എൻ്റെ അമ്മായിയമ്മ കഴിച്ച് കഴിഞ്ഞിട്ട് പറയാറുണ്ട്. പക്ഷേ ഇത് ഇന്നലെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു പീസ് കൂടി ചോദിച്ചു വാങ്ങിച്ച് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് സർട്ടിഫിക്കറ്റ് കിട്ടിയ മുതലാണെന്ന്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനിയിപ്പോൾ വെക്കേഷൻ വരെയാണ്. അപ്പോൾ പിള്ളേരെയും കൊണ്ടിട്ട് പുറത്ത് പോയി കഴിക്കണേക്കാളൊക്കെ ബെറ്ററാണ് നമ്മൾക്ക് ഇതിങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. പുറത്ത് കഴിക്കണമെങ്കിൽ ഒരു 570 സംതിങ് അത്രയും ആവും ഷവായ. ഇതിപ്പോൾ 270 രൂപയുടെ ചിക്കനും 10 പൊറോട്ടയും വാങ്ങിച്ച് കഴിയുമ്പോൾ 100 രൂപ. അപ്പോൾ 500 രൂപ താഴെ എന്തായാലും വരുള്ളൂ ഇത്രയും സംഭവങ്ങൾ ഉണ്ടാക്കി വരുമ്പോൾ. എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. വെക്കേഷനൊക്കെ വരെയല്ലേ, പിള്ളേർക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്ക് എല്ലാവരും.